അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആരെങ്കിലും ഒരു നല്ല ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്താൽ, ഒരൽപ്പം മാംസം കിട്ടിയാൽ അല്ലാഹുവിന്റെ റസൂൽ കൊടുത്തുവിടും ഖദീജയുടെ കൂട്ടുകാരികൾക്ക്. ഖദീജ ബീവിയുടെ കൂട്ടുകാരികൾക്കാണ് അല്ലാഹുവിന്റെ റസൂൽ കൊടുത്തുവിടുന്നത്. കാരണം ഖദീജയോട് വല്ലാത്ത സ്നേഹമായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ എന്തു പറഞ്ഞാലും അവസാനം പറയും, എന്റെ ഖദീജ എങ്ങനെയായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യമാർ അവരോട് പറയും, നിങ്ങൾ ഖദീജയെ പോലെയാകണം. എന്റെ ഖദീജ അങ്ങനെ ചെയ്യുമായിരുന്നു, എന്റെ ഖദീജ ഇങ്ങനെ ചെയ്യുമായിരുന്നു. എപ്പോഴും ഖദീജയെ കുറിച്ചാണ് പറയുന്നത്. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ ഖദീജ ബീവിയെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോ മഹദി ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് സഹിക്കാൻ കഴിഞ്ഞില്ല. എപ്പോ നോക്കിയാലും തന്റെ പ്രിയപ്പെട്ട ഖദീജയെ കുറിച്ച് പറയുകയാണ്. ആ സമയത്താണ് ആയിഷ ബീവി ചോദിച്ചത്, നബിയേ, ഈ കിളവിയോട് ഇത്ര സ്നേഹമെന്തേ നബിയേ? എന്റെ ഖദീജ മാത്രമേ ഭാര്യയായിട്ടുണ്ടായിരുന്നു, ആ കിളവിയോട് ഇത്ര സ്നേഹമെന്താ? ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ നബിയേ? ഞങ്ങളൊക്കെ ചെറുപ്പക്കാരല്ലേ? അല്ലാഹുവിന്റെ പ്രവാചകനോട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ദേഷ്യം വന്നപ്പോ പറഞ്ഞപ്പോ തന്റെ ഖദീജയെ കിളവി എന്ന് വിളിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറയുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറയുകയാ. തന്റെ ഖദീജയെ കിളവി എന്ന് വിളിച്ചപ്പോ മുത്തുനബിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറയുകയാ. ആയിഷ, ഒരിക്കലും എന്റെ ഖദീജയെ പോലെയാകാൻ നിനക്ക് കഴിയില്ല ആയിഷ. മുത്തുനബി അവിടുന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ഭാര്യ മറ്റൊരു ഭാര്യയെ കിളവി എന്ന് വിളിച്ചപ്പോ സഹിക്കാൻ കഴിയാതെ മുത്തുനബി കരഞ്ഞു പോയെങ്കിലോ എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാര് ചിന്തിക്കണം, നീ മഹർ കൊടുത്ത് വിവാഹം കഴിച്ച് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന ഭാര്യയുണ്ടല്ലോ, അവരാരെല്ലാം എന്തെല്ലാം പറയുന്നുണ്ട്. നിന്റെ മാതാപിതാക്കള് പറയുന്നുണ്ട്, നിന്റെ കൂടപ്പിറപ്പുകൾ പറയുന്നുണ്ട്, നിന്റെ മുന്നിലിട്ട് നിന്റെ കുടുംബക്കാര് പടച്ചവനെ ഒരു വേലക്കാരിക്ക് നൽകാത്ത പരിഗണന പോലും നൽകാതെ കുത്തുവാക്കുകളും പരിഹാസങ്ങളും പറയുമ്പോ പടച്ചവനെ ഒന്ന് തിരുത്താൻ, ഒന്ന് സമാധാനിപ്പിക്കാൻ നമ്മളിൽ പലർക്കും കഴിയാതെ പോകുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെയും ഖദീജ ബീവിയുടെയും ചരിത്രം പഠിക്കണം സഹോദരാ. അല്ലാഹുവിന്റെ റസൂലിനെക്കാളും പ്രായം കൂടിയ, നബിയെക്കാളും പ്രായം കൂടുതലായിരുന്നു ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ. ആയിഷ ബീവിക്ക് എപ്പോ നോക്കിയാലും പറയാ, എന്റെ ഖദീജ, എന്റെ ഖദീജ അങ്ങനെ ചെയ്യും, എന്റെ ഖദീജ ഇങ്ങനെ ചെയ്യും, അങ്ങനായിരുന്നു ഖദീജ. ഇങ്ങനെ ഖദീജ ഖദീജ എന്ന് കേട്ടപ്പോ സഹി കെട്ടിട്ട് പറയും, ഈ കിളവിയെടുത്ത് ഇത്ര സ്നേഹം, എന്ത് ഖദീജ മാത്രമേ പെണ്ണുള്ളൂ? ഞങ്ങളെന്താ ഇത് കിളവിയല്ലേ? പ്രായം കൂടിയവരല്ലേ? നിങ്ങളൊക്കെ ചെറുപ്പക്കാരല്ലേ? അല്ലാഹുവിന്റെ റസൂല് കരയാ. പറഞ്ഞു, നിങ്ങളൊന്നും ഒരിക്കലും എന്റെ ഖദീജ, അപ്പോഴും പറഞ്ഞത് വിട്ടുകൊടുത്തില്ല, എന്റെ ഖദീജയെ പോലെ. കാരണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നബിയെ, ഖദീജ വരുമ്പോ പറഞ്ഞേക്കണം അല്ലാഹു സലാം പറഞ്ഞെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നില് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്നിട്ട് ചോദിക്കട്ടെ, എവിടെ ഖദീജ? എവിടെ ഖദീജ? എന്തേ ജിബ്രീലേ? അല്ലാഹു സലാം പറഞ്ഞിരിക്കുന്നു നബിയെ. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ വരുമ്പോ പറയണം, അല്ലാഹു സലാം പറഞ്ഞു, ഈ ജിബ്രീൽ സലാം പറഞ്ഞെന്ന് പറഞ്ഞേക്കണം നബിയെ. അല്ലാഹു സലാം പറഞ്ഞവളാ മഹദി ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ. 25 കൊല്ലം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും ശബ്ദം ഉയർത്തിയിട്ടില്ല മുത്തുനബിയുടെ മുന്നിൽ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾ ആലോചിച്ചേ, എടാ, ഈ കൂടെ പഠിക്കുന്ന 2 ചെറുപ്പക്കാർ തമ്മിൽ, 2 ഇന്ന് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നവർ വിവാഹം കഴിക്കും. എങ്ങനെ? ഡാ ഇങ്ങോട്ട് വാടാ, ആരെ വിളിക്കണ? കാക്കാനെ, കെട്ടിയവനെ.
ഭർത്താവിനെ വിളിക്കട ഇങ്ങോട്ട് വാടാ, ഡി ഇങ്ങോട്ട് വാടാ, ഇങ്ങനെ വിളിക്കണ ഡാഡി. കാരണം അതൊരു ബന്ധം, കൂട്ടുക അങ്ങനെയായി ബന്ധം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റസൂലുള്ളാഹി തങ്ങൾക്ക് 25 വയസ്സ് 40 വയസ്സ് വ്യത്യാസം. എത്ര വയസ്സ്? 15 വയസ്സിന്റെ വ്യത്യാസം. എത്ര വയസ്സ്? ഈ 15 വയസ്സിന്റെ വ്യത്യാസമുള്ള ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ പോലും 25 കൊല്ലത്തിന്റെ ഇടയിൽ ഒരു പ്രാവശ്യം പോലും റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിൽ എന്തേ എന്നൊന്ന് ശബ്ദമുയർത്തിയിട്ടില്ല. 25 കൊല്ലം ജീവിച്ചിട്ട് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ പ്രവാചകൻ കേട്ടിട്ടില്ല ഖദീജയുടെ ശബ്ദം. എന്തേ എന്ന് ഒന്ന് വലിയ ശബ്ദത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ 25 കൊല്ലം ഒരിക്കൽ പോലും ഏത് സമയത്തും എത്ര ദേഷ്യം വന്നിട്ട് പോലും ഖദീജ ബീബി ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്റെ ഖദീജയ്ക്ക് സ്വർഗ്ഗത്തിലൊരു കൊട്ടാരമുണ്ട്. എന്റെ ഖദീജയ്ക്ക് സ്വർഗ്ഗത്തിലൊരു കൊട്ടാരമുണ്ട്. സാധാരണ കൊട്ടാരമല്ല, ഒരു മുത്തിന്റെ കൊട്ടാരമാണ്. പടച്ചവനെ വെളിയിൽ നിന്ന് നോക്കിയാൽ അല്ലാഹുവേ അകംഭാവം കാണുന്ന, ഉൾഭാഗം മുഴുവനും കാണുന്ന മനോഹരമായ ഒരു മുത്തിന്റെ കൊട്ടാരം ഒരു മനുഷ്യനും ശല്യം ചെയ്യാത്ത ഒരു ഭാഗത്താണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, എന്റെ ഖദീജയ്ക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാ. എന്തിനെന്നറിയുമോ? 25 കൊല്ലം അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും ശബ്ദമുയർത്തി സംസാരിക്കാത്തതിന് റബ്ബ് കൊടുക്കുന്ന പ്രതിഫലമാ എന്ന് പ്രവാചകൻ അവിടെ പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഇന്നത്തെ ഭാര്യമാർക്കും തന്റെ ഭർത്താവിന്റെ മുന്നില് ശബ്ദമുയർത്താതെ ഭർത്താവിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ആ മനുഷ്യന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കുകയും ചെയ്യുന്ന പെണ്ണിന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശരി, നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്റെ ഭാര്യയോട് നല്ല രീതിയിൽ പെരുമാറുന്ന ഭർത്താവ്, ആ ഭർത്താവാണ് ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമൻ. ഇത് പറയുമ്പോ ചില ഭാര്യമാര് ഭർത്താവിനെ വരച്ച വരയിൽ നിർത്തുന്ന താത്താമാരെ നമുക്കറിയാം. പാവപ്പെട്ടവൻ, നമ്മൾ പടച്ചവനെ നമ്മൾ ചിന്തിക്കാറുണ്ട്, അല്ലാഹുവേ എന്താ സിംഹത്തിന്റെ മുന്നിൽ പോയി പെട്ടതുപോലെ ചില ഒരു വിലയില്ല. നമുക്കറിയുന്ന എത്രയോ ഭർത്താക്കന്മാര് നമ്മുടെ മുന്നിലൊക്കെ വലിയ ആൾക്കാരെ പോലെ നടക്കും. പക്ഷേ ഭാര്യയുടെ മുന്നിൽ ഒരു വിലയില്ലാതെ, എന്താ പറയുക, ഒരു പ്രത്യേകതരം ജീവികളെ പോലെ കിടന്ന് ചാടുന്ന ചില പെണ്ണുങ്ങളുണ്ട്. ഭർത്താവിനോട് ബഹുമാനമില്ല, അയാൾ ആദരിക്കണില്ല. അദ്ദേഹത്തിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലോകത്ത് ആരുടെയെങ്കിലും മുന്നിൽ സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നെങ്കിൽ ഭാര്യ ഭർത്താവിന്റെ മുന്നിൽ ചെയ്യാൻ ഞാൻ പറയുമായിരുന്നു. അത്രയും ബഹുമാനം കൊടുക്കണം ഭർത്താവിന്. ആരാ കൊടുക്കുക? ചില പെണ്ണുങ്ങൾ സങ്കടം തോന്നാറുണ്ട് ചിലരുടെ ജീവിതം കാണുമ്പോൾ. മക്കളെ ഓർത്തിട്ടൊക്കെ ഇങ്ങനെ ജീവിക്കണ ചില ഭർത്താക്കന്മാരും ഉണ്ട്. അള്ളാഹു അവർക്ക് അയ്യൂബ് നബിയുടെ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആകെ സമാധാനവത, അയ്യൂബ് നബിയുടെ പ്രതിഫലം കിട്ടും. ഭർത്താവിന്റെ പീഡനങ്ങൾ സഹിച്ച് ജീവിക്കുന്ന മക്കളായിപ്പോയി. കുടിയനാണെങ്കിലും പെണ്ണുപിടിയനാണെങ്കിലും കള്ളനാണെങ്കിലും എത്ര വൃത്തികെട്ടവനാണെങ്കിലും 3-4 മക്കളായി പോയില്ലേ ഉസ്താദ്, എന്ത് ചെയ്യാനാ, ഇനി ജീവിതം എങ്ങനെ അങ്ങ് പോകട്ടെ എന്ന് പറഞ്ഞ് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന പെണ്ണുങ്ങളെ നമുക്കറിയാം. അവർക്ക് ആസിയ ബീവിയുടെ പ്രതിഫലം, ഫിറഔനിന്റെ ഭാര്യയായ ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാ ഇങ്ങനെയുള്ള പെണ്ണിന് കൊടുക്കുക. അതുപോലെ തന്നെ ഭാര്യയുടെ പീഡനം സഹിച്ച് ജീവിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. അവർക്ക് പാപം കേസൊന്നുമില്ല, കോടതിയൊന്നും പോകാൻ പറ്റില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, കുത്തുവാക്കും പരിഹാസവും കളിയാക്കലും നാണം കെടുത്തലും പ്ലസ് വേണയപ്പെടുത്തുകൂടി മറ്റവരുടെ മുന്നിൽ വെച്ചിട്ട് വാണാന്ന് പറഞ്ഞ് അടക്ക എന്ന് പറഞ്ഞ ഭർത്താവിനെ പരിഹസിക്കുന്നവരുണ്ട്. ഭർത്താവ് തന്നെ നമ്മൾ ചിന്തിക്കണം. ഇവിടെ പെണ്ണുങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ കുട്ടികൾ വന്നിട്ട് ഉമ്മടുത്ത് വരും, ഉമ്മ അവിടെ വരെ പോണം, അത് വിട്ടേരാ, നീ പറയൊന്നും വേണ്ട, പോയേക്ക. ഒരു വിലയില്ല വാപ്പായ്ക്ക്, ഒരു വില കൊടുക്കാത്തവർ. എന്നാൽ ഇതൊന്നും എന്തൊക്കെ പറഞ്ഞാലും കേൾക്കാത്തതുപോലെ ജീവിക്കണ എത്രയോ ആണുങ്ങളുണ്ട്.
അവർക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ പ്രതിഫലമാണ്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, ഭാര്യമാരോട് നല്ല നിലയിൽ പെരുമാറ്, എല്ലാവരോടും നീതി കാണിക്ക്, അവർക്ക് ആവശ്യമുള്ളത് വാങ്ങിക്കൊടുക്ക്, അവർക്ക് പറയാനുള്ളത് കേൾക്ക്, സ്നേഹത്തോടെ പെരുമാറ്, ഒരു പരിഗണന കൊടുക്ക്. നിനക്ക് വേണ്ടി അവളുടെ വീടും അവളുടെ മാതാപിതാക്കളും അവളുടെ നാടും കുടുംബവും വിട്ടിട്ട് നിന്റെ കൂടെ ഇറങ്ങി വന്നവളാ നിന്റെ ഭാര്യ. ആ ഹിജറ ചെയ്തു വന്ന പെണ്ണിനെ ആദരിക്കലും ബഹുമാനിക്കലും അവൾക്ക് പരിഗണന കൊടുക്കലും നിന്റെ ബാധ്യതയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ അന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹു ഖാലത്ത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലി വ അന ഖൈറുക്കും ലി അഹ്ലി. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിങ്ങളിൽ ഉത്തമൻ തന്റെ ഇണയോട് നല്ല നിലയിൽ പ്രവർത്തിക്കുന്നവനാ. ഞാൻ നിങ്ങളിൽ തന്റെ ഇണയോട് നല്ല നിലയിൽ വർത്തിക്കുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. പലരും പറയും, ഉസ്താദേ, ഭാര്യയെ പുറത്തു കൊണ്ടുപോകാൻ സമയമില്ല, സംസാരിക്കാൻ സമയമില്ല, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ സമയമില്ല, കാരണം തിരക്കാണ്. എങ്കിൽ ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഞാൻ എന്റെ ഭാര്യമാരോട് നല്ല നിലയിൽ പെരുമാറുന്നവനാ. അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്. അതുകൊണ്ടാണ് മുത്തുനബിയുടെ വഫാത്തിന് ശേഷം, അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം ആ ജനാസ കൊണ്ടുപോയി ഖബറടക്കിയിട്ട് വരുമ്പോഴാണ് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അതാ സ്വഹാബത്ത് ചോദിച്ചു, ആയിഷ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു? ഭർത്താവിന്റെ ജനാസ കൊണ്ടുപോയി ഖബറടക്കിയിട്ട് വരുന്ന ആരോ എന്ന് ചോദിക്കുന്ന ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മഹദി ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കുകയാ, നിങ്ങളുടെ ഭർത്താവ് എങ്ങനെയായിരുന്നു? നിങ്ങളുടെ ഭർത്താവിന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു? പടച്ചവനെ, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? കാന ഖുലുഖുഹു ഖുർആൻ. എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ജീവിതം ഖുർആനായിരുന്നു. എന്റെ ഭർത്താവിന്റെ ജീവിതം ഖുർആനായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ചാണ് പറയുന്നത്. എന്റെ ഭർത്താവിന്റെ ജീവിതം ഖുർആനായിരുന്നു. ഖുർആൻ പറഞ്ഞതുപോലെയാണ് എന്റെ ഭർത്താവ് ജീവിച്ചിരുന്നത്. എന്ത് സന്തോഷമെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ ജീവിച്ച ഒരു ഭാര്യയ്ക്കും പരാതിയില്ല. അവിടെ അങ്ങനെ ചെയ്തു നീതി കാണിച്ചില്ല എന്നൊരാളും പറയുന്നില്ല. പട്ടിണിയാണെങ്കിൽ പട്ടിണി, ദാരിദ്ര്യമാണെങ്കിൽ ദാരിദ്ര്യമുണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിലില്ല. എന്ത് സന്തോഷമുള്ള ജീവിതമെന്നറിയുമോ? അതുകൊണ്ടാണ് ആകാശത്തിന്റെ കീഴിൽ ഏറ്റവും മനോഹരമായത് എന്തെന്നറിയുമോ? ഭാര്യ ഭർത്താവും തമ്മിലുള്ള ജീവിതമാണെന്ന് അവിടെ ചരിത്രകാരന്മാര് പറഞ്ഞു തരുന്നത്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതുപോലെ ജീവിക്കണം. ഒരു ഭാര്യയും ഭർത്താവും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ ജീവിച്ചാൽ അതിനേക്കാളും ആനന്ദമുള്ള, അതിനേക്കാളും സുഖമുള്ള, അതിനേക്കാളും സന്തോഷമുള്ള, അതിനേക്കാളും സമാധാനമുള്ള ഒന്നും ഈ ദുനിയാവിലില്ല സഹോദര. അവരുടെ ജീവിതം തന്നെ സ്വർഗമാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞല്ലോ, നിങ്ങൾ വിവാഹം കഴിക്കൂ, നിങ്ങൾ വിവാഹം കഴിക്കൂ, നിങ്ങൾ വിവാഹം കഴിച്ചാ നിങ്ങൾക്ക് സമാധാനം കിട്ടുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്തിനാ ചരിത്രം പറയുന്നത്? അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാം ഈ ലോകത്തെ ആദ്യത്തെ മനുഷ്യനല്ലേ ആദം നബി. ആദം നബി സ്വർഗ്ഗത്തിലൂടെ നടക്കുകയാണ്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമാണ് സ്വർഗ്ഗത്തിൽ പോകണം. അതിനു വേണ്ടിയാണ് നിസ്കരിക്കുന്നത്, അതിനു വേണ്ടിയാണ് ഖുർആൻ ഓതുന്നത്, അതിനു വേണ്ടിയാണ് രാവിലെ മുതൽ വൈകുന്നേരം 9 വരെ
കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് ഒന്ന് കിടന്നുറങ്ങാൻ കിട്ടുന്ന സമയത്ത് ഈ ക്ലാസ്സിൽ വന്നിരിക്കുന്നത് വഅദ് കേൾക്കാൻ മാത്രമല്ല, അല്ലാഹുവേ ഇതിന് പകരം നീ എനിക്ക് സ്വർഗം തരണേ അല്ലാഹ്. ഈ സ്വർഗത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് പടച്ചവനെ സിനിമയും സീരിയലും കണ്ടുകൊണ്ട് പെണ്ണുങ്ങൾ കരഞ്ഞു വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വെള്ളിയാഴ്ച രാവിലെ പടച്ചവനെ മൊബൈൽ കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ ഉമ്മ പെങ്ങന്മാരെന്റെ ചെറുപ്പക്കാര് മണിക്കൂറുകൾ കാത്തിരിക്കുന്നതും ദിനം അറിയുവോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, ദുനിയാവിൽ 2 സ്വർഗമുണ്ട്, ദുനിയാവിൽ 2 സ്വർഗമുണ്ട്. ആ സ്വർഗത്തിൽ അവര് സ്വർഗത്തിലിരിക്കാൻ പടച്ചവനെ ഇൽമ പറയുന്നത് കേൾക്കാൻ ഒരവസരം അല്ലാഹു തന്നല്ലോ. ഇതിന് പകരം അല്ലാഹു എനിക്ക് സ്വർഗം നൽകുമല്ലോ. ആ സ്വർഗത്തിന് വേണ്ടിയാണ് ഞാനും നിങ്ങളും വഅദ് കേൾക്കുന്നത്, സർവ നന്മകളും ചെയ്യുന്നത്. എങ്കിൽ അല്ലാഹുവിന്റെ സ്വർഗം എത്ര മനോഹരമാണ്. ആ മനോഹരമായ സ്വർഗത്തിലാണ് ആദം നബി അലൈഹിസ്സലാം കടന്നുപോയത്. സ്വർഗത്തിന്റെ അരുവികൾ, സ്വർഗത്തിലെ പടങ്ങൾ, സ്വർഗത്തിലെ പദവികൾ, സ്വർഗത്തിലെ കൊട്ടാരങ്ങൾ. അല്ലാഹുവേ, ആദം നബി സ്വർഗത്തിലൂടെ നടക്കുകയാ. അല്ലാഹു ചോദിക്കുന്നു, ആദമേ എന്തേ നിന്റെ മുഖത്തൊരു സന്തോഷമില്ലാത്തത്? എന്തേ നിനക്കൊരു സുഖമില്ലാത്തത്? അല്ലാഹുവേ, ഒറ്റയ്ക്ക് നടന്നു മടുത്തുറപ്പേ, ഒറ്റയ്ക്ക് നടന്നും മടുത്തുറപ്പ്. എവിടെ വെച്ചാ പറയുന്നത്? അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനോ. അല്ലാഹുവിന്റെ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിലെ പടങ്ങൾ തിന്നുകൊണ്ട് നടക്കുന്ന ആദം നബി, ആ സ്വർഗത്തിന്റെ സർവ്വ അനുഗ്രഹങ്ങൾക്ക് നടുവിലൂടെ നടക്കുന്ന ആദം നബി അവിടെന്ന് പറയുന്നു, അല്ലാഹ് ഇതൊക്കെ കിട്ടിയിട്ടും എന്തോ ഒരു കുറവുള്ളതുപോലെ. ആദം നബി സ്വർഗത്തിൽ കൂടെ നടക്ക, അതിനേക്കാളും ഒന്നും ഈ ലോകത്തില്ല, സ്വർഗത്തിനേക്കാളും വലിയ ഒന്നും ഈ ലോകത്തില്ല. അള്ളാന്റെ ഖുർആൻ പോലും പറഞ്ഞത് നിങ്ങൾക്ക് സ്വർഗത്തെ കുറിച്ച് ചിന്തിച്ചാൽ തിരിയില്ല എന്നാ. അത്രയും വലിയ സ്വർഗത്തിലൂടെ ആദം നബി നടക്കുമ്പോഴും സന്തോഷമില്ല. എന്തേ ആദവേ സന്തോഷമില്ലാത്ത? എന്തോ ഒരു കുറവുള്ളത് പോലെ. ഹവ്വ റളിയല്ലാഹു തആല അൻഹ, അല്ലാഹു ഹവ്വാ ബീബിയെ സൃഷ്ടിച്ചു കൊടുത്തപ്പോഴ ആദം നബി പറഞ്ഞത് ഇപ്പോഴാ അള്ളാഹ് സന്തോഷം ഉണ്ടായ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതാ ഭാര്യയും ഭർത്താവും, അതാണ് ഭാര്യയും ഭർത്താവും. ആദ്യത്തെ വിവാഹം നടന്ന് എവിടെ വെച്ച്? പറ മനുഷ്യ, ഊട്ടി വെച്ചോ? എവിടെ വെച്ച് ആദ്യത്തെ വിവാഹം നടന്നേ? നിങ്ങൾ കേറിയിരിക്കും. 3 സ്വലാത്ത് സ്വല്ലല്ലാഹു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആദ്യത്തെ വിവാഹം നടന്ന എവിടെ വെച്ചാ? ആരാരെ കെട്ടി? ഇനി അവസാനത്തെ വിവാഹം എവിടെ വെച്ചാ? ലാസ്റ്റ് വിവാഹം എവിടെ വെച്ച്? ആരാരെ കെട്ടും? നീ നിന്റെ പെണ്ണുമ്പിള്ള കെട്ടും. ആരാരെ വിവാഹം കഴിക്കും? മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം കഴിക്കും. ആരെ? ആരെ? 2 മഹദിമാരെ ഖുർആൻ പറയുന്നുണ്ട്. 2 മഹദിമാരെ ഖുർആൻ പറയുന്നുണ്ട്. ഒന്ന് ഈസാ നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ. സൂറത്തു മറിയം. ഈസാ നബിയുടെ ഉമ്മ മറിയം ബീവി കല്യാണം കഴിച്ചിട്ടുണ്ടോ? കല്യാണം കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടില്ല. രണ്ടാമതൊരു പെണ്ണുണ്ട്. മരിക്കുമ്പോൾ അള്ളാഹിനോട് പറഞ്ഞു, പടച്ചവനെ എനിക്ക് നീ സ്വർഗത്തിൽ ഒരു വീട് തരണമെന്ന് പറഞ്ഞിട്ടാ മരിച്ചേ. സാക്ഷാൽ ഫിർഔനിന്റെ ഭാര്യ ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹ. അള്ളാഹിനോട് പറഞ്ഞു, പടച്ചവനെ എനിക്ക് എൻ്റെ കൊട്ടാരമോ പണമോ എനിക്കൊന്നും വേണ്ട, അല്ലാഹ് വേണ്ട, സ്വർഗത്തിൽ നീ എനിക്ക് തന്നാ മതി. ആ ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹ നാളെ സ്വർഗത്തിൽ വെച്ച് വിവാഹം കഴിക്കും മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ സ്വർഗത്തിൽ വെച്ച് തുടങ്ങി
സ്വർഗത്തിൽ അവസാനിക്കുന്ന ഒരു അമലാണ് എന്ത്? നിക്കാഹ്. അതുകൊണ്ടാ പറഞ്ഞത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്ത് വെച്ച് വേണം നിക്കാഹ് നടത്താൻ. അപ്പൊ ഭൂമിയിൽ അള്ളാഹിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ? എവിടാ? ഓഡിറ്റോറിയം. എവിടെ? ഓഡിറ്റോറിയം. കണ്ട ആണുങ്ങളെയും പെണ്ണുങ്ങളെയും മുഴുവനും വിളിച്ചിരുത്തി തലയിലും തുണിയില്ല വയറും കാണിച്ച് സർവ്വതും കാണിച്ച് അവിടെ എത്തി അല്ലേ? അല്ലെങ്കിലോ വീട്ടിൽ പന്തലൊക്കെ കെട്ടി ഉസ്താദ് അങ്ങോട്ട് പോയിരുന്ന് നടത്തണം. എടാ, അള്ളാഹുവിന് ഈ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അള്ളാഹുടെ വീട്. അവിടെ വെച്ച് വേണം വിവാഹം നടത്താൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ പെമ്മക്കളുണ്ട് കേട്ടല്ലോ. പെമ്മക്കളുള്ളവരൊക്കെ എവിടെ വെച്ച് നടത്തണം? പള്ളിയിൽ വെച്ച് നടത്തിയ 1 മാസം കഴിയുമ്പോൾ കമ്മിറ്റി ഓഫീസിൽ വന്നിരിക്കണ്ട. 1 മാസം വന്ന് കഴിയുമ്പോഴത്തേക്ക് പറയാ ഉസ്താദെ പോരാ, പ്രശ്നമാണ്, ബഹളമാണ്, മസ്ലഹത്ത് വേണ്ട. അള്ളാഹുടെ പള്ളിയിലിരുത്തി നടത്ത്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. കേട്ടല്ലോ. നാസറണ്ണൻ, നസീറണ്ണൻ, അണ്ണൻ എല്ലാത്തിനും പെമ്മക്കളുണ്ട് കേട്ടാ. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. നിങ്ങൾക്കില്ലയോപ്പാ? ചങ്ങാതിക്ക് പെൺകുട്ടികളില്ലേ? പള്ളി വെച്ച് നടത്തിക്കോണം കേട്ടോ. ഇൻഷാ അല്ലാഹ്. അള്ളാഹു എല്ലാത്തിൻ്റെയും നിക്കാഹ് നടത്താനുള്ള ഭാഗ്യം അള്ളാഹ് നൽകട്ടെ. കാരണം ഇന്നത്തെ പിള്ളേർ നടത്തണ്ടില്ലല്ലോ, ഓടുമല്ലേ ഇന്നത്തെ കുട്ടികള്. ഞാൻ പറയണില്ല, രാത്രിയൊക്കെ താമസിച്ച ലോഡ്ജുകളിൽ കണ്ട കാഴ്ചകൾ പഴുതു പറയാൻ പറ്റൂല, ലൈവായതുകൊണ്ട്. അതാ അവസ്ഥ. ഒരേ പെൺകുട്ടികളുടെയൊക്കെ കോലങ്ങളും വസ്തു ഒന്നും പറയാതിരിക്കല നല്ലത്. അള്ളാഹു കാക്കുമാറാകട്ടെ. ബസ്സോനെ രാത്രി 1 മണിക്ക് 2 മണിക്കും ബീറും കുപ്പിയും പിടിച്ചിട്ട് നടക്കുക. ആര്? പെൺകുട്ടികളെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹു നമുക്ക് പെൺമക്കളെയൊക്കെ അള്ളാഹുവെ വിവാഹം കഴിച്ചു കൊടുക്കാനുള്ള ഭാഗ്യം നൽകണേ പടച്ചോനെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പൊ ആദം നബി എന്താ പറഞ്ഞ? അള്ളാഹ് സ്വർഗം. അതാ ചിന്തിക്കുക. അതാണ് ഭാര്യയും ഭർത്താവും. സ്നേഹിക്കണം, മനസ്സിലാക്കണം. അൽഹംദുലില്ലാഹ്, മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതാണ് ഏറ്റവും വലിയ സുഖം. ഏത് പെണ്ണിനെ കണ്ടാലും ഒന്നും തോന്നില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞില്ലേ, ഏത് പെണ്ണിനെ കണ്ടാലും ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരി നമ്മുടെ ഭാര്യയാണെന്ന് തോന്നും. ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്താൽ ഇനി എത്ര വലിയ സുന്ദരിയെ കണ്ടാലും മനസ്സിലൊന്നും തോന്നൂല. തോന്നണമെങ്കിൽ ആരുടെ മുഖത്ത് നോക്കണം? നമ്മുടെ ആമിനയുടെ മുഖത്ത് നോക്കിയാലേ നമുക്ക് എന്തെങ്കിലും തോന്നും. അങ്ങനെ മനസ്സ് റബ്ബാക്കി തരും. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അങ്ങനെ ആവണോ? ഞാൻ ഒരു വഴി പറഞ്ഞുതരാം. വേണോ? വെടി കൊണ്ടതുപോലെ അവിടെ ഇരി. വേണ്ടെങ്കിൽ വേണ്ട, വേണ്ടെങ്കിൽ വേണ്ട. നിങ്ങൾക്ക് മനസ്സുണ്ടാകുന്ന അന്നേ ഞാൻ പറയത്തുള്ളൂ. ഇത് 2ാമത്തെ പ്രാവശ്യം ഞാൻ ഇത് ചോദിക്കണേ. ഇത് 2ാമത്തെ. അന്ന് ചോദിച്ചപ്പോൾ അതെങ്ങനെ അവസ്ഥ? എങ്ങനെയാ ഇല്ലനാസറന്നെ? അതിപ്പോ എങ്ങനെയാ പടച്ചോനെ? സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യവതി അവളെ കണ്ടാലേ തൃപ്തി അടയാൻ പറ്റൂ. അവളെ കണ്ടാലേ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ സമാധാനമുള്ളൂ. വേറെ ഏത് കണ്ടാലും തോന്നൂല. ഇന്നങ്ങനല്ല. വീട്ടിനകത്ത് സുന്ദരിയായ ഭാര്യ ഉണ്ടെങ്കിലും അടുത്ത മിറ്റം തൂക്കണ ചേച്ചിയെ നോക്കിക്കൊണ്ടിരിക്കുക, അയലത്തെ വാസിയെ നോക്കിക്കൊണ്ടിരിക്കുക. അതല്ല, അത് നേരെ തിരിച്ചാവണം. ഏത് സുന്ദരിയെ നോക്കിയാലും, കറുത്തവളാണെങ്കിലും മുടി കുറഞ്ഞവളാണെങ്കിലും തടിയുള്ളവളാണെങ്കിലും ഗ്ലാമർ കുളഞ്ഞവളാണെങ്കിലും പ്രായം ചെന്നവളാണെങ്കിലും എൻ്റെ ആമിന തന്നെയാ. അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അങ്ങനെ ആകുമ്പോഴാ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആനന്ദവും സന്തോഷവും ഉണ്ടാകുന്നത്, ഏറ്റവും കൂടുതൽ സമാധാനം കിട്ടുന്നത്. അള്ളാഹു അങ്ങനെയുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് നിങ്ങൾ എന്ന് ചോദിക്കുന്നു അന്നേ ഞാൻ പറഞ്ഞു തരത്തുള്ളൂ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന 2ാമത്തെ വിഭാഗം, 3ാമത്തെ വിഭാഗമാരാ? അൻ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, ലം യകുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാഹിസന വലാ മുതഫാഹിശാ وكان يقول إن من خياركم أحسن أخلاقا. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 3ാമത്തെ കാര്യം എന്തെന്നറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മോശപ്പെട്ട സ്വഭാവക്കാരനായിരുന്നില്ല.
അള്ളാഹുവിന്റെ പ്രവാചകൻ മോശക്കാരനായിരുന്നില്ല. മോശമായ ഒരു പ്രവർത്തനവും അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഭാഗത്തില്ല. വൃത്തികേടുകൾ പറയില്ലായിരുന്നു, വൃത്തികേടുകൾ ചെയ്യില്ലായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ സൽസ്വഭാവമുള്ളവരായിരിക്കണം. നിങ്ങളിൽ ആർക്കാണോ സൽസ്വഭാവമുള്ളത് അവനാണ് നിങ്ങളിൽ ഉത്തമനെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകനും വരെ ഒരാളെയും ചീത്ത പറഞ്ഞിട്ടില്ല, ഒരാളെയും അള്ളാഹുവിന്റെ റസൂല് കുറ്റം പറഞ്ഞിട്ടില്ല, ഏസനിയോ പരദൂഷണമോ പറഞ്ഞിട്ടില്ല, ഒരാളെയും അള്ളാഹുവിന്റെ പ്രവാചകന് പരിഹസിച്ചിട്ടില്ല, ഒരാളെയും അള്ളാഹുവിന്റെ റസൂല് കളിയാക്കിയിട്ടില്ല, വൃത്തികേടുകൾ ചെയ്തിട്ടില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ നല്ല സ്വഭാവമുള്ള ആളായിരുന്നു. അതുകൊണ്ട് നിങ്ങളിൽ ആർക്കാണോ നല്ല സ്വഭാവമുള്ളത് അവനാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമനെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ നിങ്ങൾ മുത്തുനബിയുടെ ചരിത്രം എടുത്തു നോക്കൂ. പ്രവാചകൻ അങ്ങനായിരുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ തലയിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന പ്രവാചകന്റെ തലയില് കഥാ പുഴുത്ത് അളിഞ്ഞു കിടക്കുന്ന കുടൽമാല കൊണ്ടുവന്ന് മുത്തുനബിയുടെ മുകളിലിട്ടല്ലോ. അള്ളാന്റെ റസൂൽ അതേ കിടപ്പ് കിടന്നു. അവസാനം തന്റെ പൊന്നാര മകള് വന്നിട്ട് ആ ഉപ്പാന്റെ തലയിൽ കിടക്കുന്ന കുടലിന്റെ മാലകൾ മുഴുവനും ആ പുഴുത്തണിഞ്ഞ് കിടക്കുന്നത് മുഴുവനും അള്ളാഹുവിന്റെ പ്രവാചകന്റെ തലയിൽ നിന്ന് എടുത്തു മാറ്റിയിട്ട് സമാധാനിപ്പിച്ചപ്പോഴും അള്ളാഹുവേ റസൂലുള്ള ചിരിക്കുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ മുത്തുനബിയുടെ മുഖത്ത് നോക്കിയിട്ട് തുപ്പിയല്ലോ, മുത്തുനബിയുടെ മുകളിലൂടെ ചപ്പ് ചവറുകൾ എടുത്തെറിഞ്ഞല്ലോ, അല്ലാഹുവിന്റെ റസൂലിനെ കല്ലെറിഞ്ഞല്ലോ, റസൂലുള്ളാഹിയുടെ ശരീരത്തിൽ നിന്ന് രക്തമൊലിച്ചല്ലോ. എന്തിനാ സഹോദരാ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുഖത്തടിച്ചല്ലോ. അതാ പ്രവാചകന് വെള്ളം കോരിക്കൊണ്ടിരുന്നപ്പോ കോരുന്ന തൊട്ടി വെള്ളത്തിന്റെ അകത്ത് വീണുപോയി. ആ സമയത്താണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുഖത്തേക്ക് ആ തോട്ടത്തിന്റെ മുതലാളി മുത്തുനബിയുടെ മുഖത്തേക്ക് അടിച്ചപ്പോ അടി കൊണ്ടിട്ട് പോലും അല്ലാഹുവിന്റെ റസൂല് ചിരിക്കുകയായിരുന്നു. പ്രവാചകന്റെ മുഖത്തൊരു മാറ്റമില്ല. റസൂലുള്ളാഹി നിങ്ങൾക്ക് ദേഷ്യമില്ല. അല്ലാഹുവിന്റെ റസൂലൊന്നും മിണ്ടിയില്ല. അവസാനം കിണറ്റിനകത്ത് വീണ് തൊട്ടിയെടുത്ത ആ മനുഷ്യന്റെ കയ്യിൽ കൊടുത്തിട്ട് ചിരിക്കുന്ന മുഖത്തോടെ ചോദിച്ചു, മനുഷ്യ എന്റെ കൂലിയൊന്ന് തരുവോ, എന്റെ കൂലിയൊന്ന് തരുവോ? ലോകത്തിന്റെ നേതാവ് ആ ചിരിക്കുന്ന മുഖത്തോട് ആ മനുഷ്യൻ പോലും ചിന്തിച്ചു, ആരാണ് റബ്ബേ? തല്ല് കൊണ്ടിട്ട് പോലും ആ മനുഷ്യന്റെ മുഖത്തൊരു മാറ്റമില്ലല്ലോ. അല്ലാഹുവേ, ഇത് സാധാരണ മനുഷ്യനല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തിനാണ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മനസ്സ് വല്ലാതെ വേദനിപ്പിച്ച ഒരു മരണമാണ് സയ്യിദു ശുഹദാഇ ഹംസ. തന്റെ കൊച്ചാപ്പയായ ഹംസ റളിയല്ലാഹു തആല പിടിച്ചവരെ മുഖത്തിന്റെ രണാകടത്തിൽ തല വേറെ കൈകാലുകൾ വേറെ തലയോട്ടിക്കകത്ത് കള്ളടിച്ചു കുടിച്ചല്ലോ. ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ കരള് ചവച്ച് തുപ്പുകയാണ്. ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ അല്ലാഹുവേ, ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ കരള് ചവച്ച് തുപ്പുകയാ. ഹിന്ദെന്ന് പറയുന്ന പെണ്ണ് വഹ്ശി റളിയല്ലാഹു തആല അൻഹു, വഹ്ശിയെ നിങ്ങൾക്കറിയുമല്ലോ. ആ വഹ്ശിയാണല്ലോ ഇതെല്ലാം ചെയ്തത്. അല്ലാഹുവിന്റെ റസൂൽ കരഞ്ഞു പോയല്ലോ. ഹംസ റളിയല്ലാഹു തആല അൻഹു ഇന്നും കാണാം സഹോദരാ.